ഭർത്താവിനെ പറ്റിക്കുന്നത് ഒരു തെറ്റാണോ എന്നുള്ള ഹരിതയുടെ ചോദ്യത്തിന് നമ്മൾ എന്താ മറുപടി പറയുക? എന്തായാലും ഹരിതയുടെ യഥാർത്ഥ കഥയൊന്ന് കേട്ടു നോക്കാം. മാഡം, എൻ്റെ പേര് ഹരിത. പേര് ഒറിജിനൽ അല്ലെങ്കിലും എൻ്റെ കഥ യഥാർത്ഥമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞത് 3 വർഷത്തിന് മുമ്പാണ്. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും നേരത്തെ വിവാഹം കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സിറ്റുവേഷനാണ്. ഞാനാണ് അവിടുത്തെ മൂത്ത മകൾ. എനിക്ക് ഇളയത് ഒരു അനിയനാണ്. അവൻ പണ്ട് തൊട്ടേ ഒരു മഠത്തിൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ അവനെ സ്പോൺസർ ചെയ്തതാണ്. നല്ല ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ വീട്ടിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ അതീവ സുന്ദരിയാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല ചെറുപ്പമാണ്. അച്ഛനും സുന്ദരനൊക്കെ തന്നെയാണ്. പുള്ളിക്ക് പക്ഷേ വലിയ പണിക്കൊക്കെ പോകാൻ വലിയ മടിയാണ്. ഒരു ചെറിയ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരുമാനത്തിൻ്റെ പ്രശ്നത്തിൽ അമ്മയും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അമ്മയെ ജോലിക്ക് പോകാൻ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അമ്മ ആരുടെ കൂടെയെങ്കിലും സൗഹൃദം സ്ഥാപിച്ച് കടന്നു കളയും എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹൈസ്കൂളായപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. അപ്പോൾ അച്ഛൻ പറയും, നീ നിന്റെ പാട് നോക്ക്, ഞാനും എൻ്റെ ഭാര്യ കൂടെ സംസാരിക്കുന്നതിൽ നീ ഇടപെടണ്ട, ഉള്ളത് കൊണ്ട് മര്യാദയ്ക്ക് കഴിഞ്ഞു എന്ന് പറയും. അമ്മയാണെങ്കിലും അച്ഛൻ പോയി കഴിയുമ്പോൾ പറയും, ഇങ്ങേര് എന്തോ മനുഷ്യനാണ്, സംശയരോഗിയാണ്, എന്നെ ഈ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്, ഇങ്ങേർക്കോ നല്ല പണമുള്ളൊരു ജോലി കണ്ടെത്താനും പറ്റില്ല, ഞാൻ എന്താ ചെയ്യുക എന്ന്. പക്ഷേ അച്ഛൻ്റെ സ്വഭാവം അമ്മയോട് അമിതമായ സ്നേഹവും പൊസസീവ്നെസ്സും ഒക്കെയാണ്. പിന്നെ സാധാരണ വീടുകളിൽ സംഭവിക്കാത്തൊരു കാര്യം ദിവസവും എൻ്റെ വീട്ടിൽ സംഭവിക്കും. ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു 22 ദിവസമെങ്കിലും ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ സിറ്റുവേഷൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 7:30 ആ സമയത്തേക്ക് അമ്മ കുളിച്ചൊരുങ്ങി നിൽക്കണം. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കും. പിന്നെ അവർ രണ്ടുപേരും കൂടെ മുറിക്കകത്ത് കയറും. പിന്നെ ഒരു 10 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്, മുറി തുറക്കുന്നത്. അങ്ങനെയാണ്. ആദ്യമൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അമ്മ കൊച്ചി തൊട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ കാണിക്കരുതെന്ന്. പക്ഷേ അമ്മ ഒരുങ്ങി നിന്നില്ലെങ്കിൽ അച്ഛൻ പ്രശ്നമുണ്ടാക്കും. അത്രത്തോളം അമ്മയോട് വല്ലാത്ത ഒരിഷ്ടമാണ്. പതുക്കെ പതുക്കെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. പിന്നീട് അവർ മുറി അടയ്ക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്ന് പഠിക്കും. അല്ലാതെ എന്ത് ചെയ്യാനാണ്? അമ്മ പലരോടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കൂട്ടുകാരികളോട്, ഇങ്ങേർക്ക് എല്ലാ ദിവസവും വരുമ്പോൾ തന്നെ ഞാൻ താലം എടുത്ത് നിൽക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, രാത്രി ഉറങ്ങാൻ അനുവദിക്കും. അത് വലിയൊരു കാര്യമാണ്. രാത്രിയിൽ അങ്ങേർക്ക് നന്നായിട്ട് ഉറങ്ങണം. അതിനുവേണ്ടി വരുമ്പോഴേ അങ്ങേരെ എല്ലാ കാര്യങ്ങളിലും ഒരു കൈകടത്തൽ നടത്തും എന്ന് അമ്മ അപ്പുറത്തെ ചേച്ചിമാരോടൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല ഉറക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് തോന്നി ഇത് നല്ലൊരു പ്ലാനും പദ്ധതിയുമാണ്, പ്രശ്നമൊന്നുമില്ല. ആദ്യമേ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് നടു നിവർക്കാമല്ലോ എന്ന് കരുതി കാണും. ആദ്യമൊക്കെ മുറിയിൽ പോയി ഞാൻ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാവം അങ്ങ് മാറി. കാര്യം എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റായി. കാരണം ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. ഒളിഞ്ഞു നോക്കാൻ മാത്രമുള്ള സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒളിഞ്ഞു നോക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. പലപ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. ചിലപ്പോൾ ഞാൻ വാതിൽ പോലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ചിലപ്പോൾ വിശ്വസിക്കില്ല. കാര്യം കാഴ്ചകൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. പല കാര്യങ്ങളും ഞാൻ പഠിച്ചെന്ന് പറയാം. അങ്ങനെ എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡിഗ്രി 2ാം വർഷം അമ്മ ഇത് കണ്ടുപിടിച്ചത്. അതോടുകൂടി അമ്മ അച്ഛനോട് പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ വലിയ ബഹളം ഉണ്ടാക്കി എൻ്റെ നേർക്ക്. ഇവൾ ശരിയല്ല, ഇവളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരിയെന്ന്. ഞാൻ പറഞ്ഞു, അതങ്ങ് കൈവച്ചേര്, പുറത്ത് എടുക്കണ്ട. കാര്യം നിങ്ങൾ കാണിക്കുന്നതിൻ്റെ അത്ര തോന്നിവാസം ലോകത്ത് ഒരച്ഛനും അമ്മയും കാണിക്കില്ല. ഇവിടെ നടക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാകും നാണം കെടുക എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇതിനെ നേരിട്ട്, മാഡം, എനിക്ക് മാത്രമല്ലോ കുറ്റം. ചെറുപ്പം മുതലേ ഞാൻ അതൊക്കെ കണ്ടു വളരുകയാണ്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനായിപ്പോയതിൽ ആരെ കുറ്റം പറയണം? ഉടനെ അച്ഛൻ പ്രഖ്യാപിച്ചു, ഇവളെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ വിവാഹം കഴിച്ചു വിടണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും, നമുക്ക് ഭാരയാണെന്നും. അത്രയും നാളും അച്ഛനെ കുറ്റം പറഞ്ഞ അമ്മ ഉടനെ അതിനെ അനുകൂലിച്ചു. ശരിയാണ്,
എത്രയും പെട്ടെന്ന് ഇവൾക്ക് കല്യാണം നോക്കണമെന്ന്. ഞാൻ ഓർത്തു ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നല്ലത് എന്ന് വിചാരിച്ച് ഒന്നും മിണ്ടിയില്ല. ഡിഗ്രി അവസാന വർഷമായപ്പോഴേക്കും ചെക്കന്മാർ എന്നെ കാണാൻ വന്നു തുടങ്ങി. എനിക്ക് പലരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു ജിമ്മിനെ തന്നെ വേണം. മാഡം പറയും അതെന്താ അങ്ങനെയെന്ന്. ബലിഷ്ഠമായ ശരീരം വേണം ഒരാണിന്, അല്ലെങ്കിൽ ഒരാണത്തം തോന്നില്ല. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാണാൻ വന്ന 9ാമത്തെ ആണിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അങ്ങേർക്കാണെങ്കിൽ എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊന്ന് പറയട്ടെ, വന്ന എല്ലാ ചെക്കന്മാർക്കും എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കങ്ങ് മോശമൊന്നുമില്ല. ഞാൻ സുന്ദരിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്വയം പുകഴ്ത്തരുതല്ലോ. എന്തായാലും ആവശ്യത്തിലധികം പുരുഷന്മാരെ ആകർഷിക്കാൻ എല്ലാം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പുള്ളിക്കും ഇഷ്ടമായി. എൻ്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ച ദിനങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ കാര്യത്തിലൊന്നും എൻ്റെ ഉള്ളിൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. കണ്ടാണെങ്കിലും എനിക്കെല്ലാം അറിയാം. തുടക്കവും അറിയാം, ഒടുക്കവും അറിയാം. എന്തും ഏതും എങ്ങനെ എന്തൊക്കെ എന്നുള്ളതും അറിയാം. എത്ര വിഭവങ്ങളുണ്ടെന്നും അറിയാം. ഒരു പ്രശ്നവുമില്ല. എൻ്റെ അച്ഛൻ അതിലൊക്കെ ഒരു കില്ലാടിയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഭർത്താക്കന്മാരുടെ മുന്നിൽ ഒന്നും അറിയില്ലെന്നുള്ളത് ഭാവിക്കുന്ന നല്ലതെന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ ഓർത്തു അമ്മ എന്തായാലും മിടുക്കിയാണ്. അമ്മ പറഞ്ഞ കാര്യം അതേപോലെ അനുസരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അമ്മ നാളെ ഭർത്താവിനോട് ഞാൻ കഥകൾ തുളയിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്നോർത്തിട്ട് ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് ഒന്നും അറിയില്ല ചേട്ടാ എന്നുള്ള മട്ടിൽ നിന്നു. സാരമില്ല, നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒരു ഭയമുണ്ടായിരുന്നു. ഇങ്ങനെ ഇനി കാര്യങ്ങളൊക്കെ പതുക്കെയാകുമോ? എനിക്കാണെങ്കിൽ ആദ്യമേ തന്നെ എല്ലാം തുടങ്ങണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒട്ട് പറയാനും പറ്റില്ല. ഞാൻ ആശങ്കകളോടിരുന്നു. സാധാരണ പെണ്ണുങ്ങൾക്ക് ദൈവമേ എന്തായിരിക്കും എന്നുള്ള ആശങ്കയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് 4 കൂട്ടി മുറുക്കാൻ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഒരു ഭയം. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് നേരത്തെ പല എക്സ്പീരിയൻസുകളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ എന്താ ചേട്ടാ ഇത്, കൊന്നത്തെങ്ങോ അടയ്ക്കാമരമോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാള വിരണ്ടതുപോലെ അങ്ങയൊന്ന് ഇളകി. അതായിരുന്നു എൻ്റെ ആവശ്യം. നിലമൊന്ന് ഉഴുതു മറിക്കണം. എന്തായാലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ മെച്ചവുമായിരുന്നു. ഒട്ടും എളുപ്പമല്ല. ഇത്തിരി പ്രയാസമായിരിക്കുമെന്ന് എനിക്ക് മുന്നേ അറിയാം. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. എങ്കിലും എൻ്റെ അമ്മ പറഞ്ഞതോർത്ത് ഞാൻ പുട്ടിന് പീരെ പോലെ എന്താ ചേട്ടാ എന്തായത് എന്നൊക്കെ ചുമ്മാ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. കാര്യം പുരുഷന്മാർക്ക് ഭാര്യ ഒന്നും അറിയാത്ത വ്യക്തിയായിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഹിൻറ്റുകളും ഞാൻ ഇട്ടുകൊടുത്തു. ചിണുങ്ങുകയും കിണുങ്ങുകയും ചെയ്തു. ഹസ്ബൻഡിന് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇളനീർക്കുടങ്ങളിൽ ആകുമ്പോഴേക്കും ഞാൻ പറയും അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ശബ്ദമുണ്ടാക്കും. എങ്കിലല്ലേ ഉള്ളൂ പുള്ളിക്ക് തോന്നുക ഇവള് ഒന്നുമേ കണ്ടിട്ടില്ല, ഒന്നുമേ അനുഭവിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. അത് കറക്റ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിൻ്റെ മുന്നിൽ 100% പതിവ്രതയായിട്ടാണ് ഞാൻ ചെന്നത്. ആ കാര്യത്തിൽ മാഡം എനിക്ക് ഫുൾ മാർക്ക് തരണം. അത്രയ്ക്കും അന്ന് എനിക്ക് നല്ല മനസ്ഥിതിയായിരുന്നു മാഡം. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിനും ഒരു പടി മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ദാമ്പത്യ ജീവിതം ആദ്യം മുതലേ സന്തോഷകരമായിരുന്നു. എൻ്റെ ഭർത്താവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടവുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പിന്നീട് ചർച്ച ചെയ്ത് ഞങ്ങൾക്കിടയിൽ കൂടുതൽ ഉദയസൂര്യന്മാർ ഉദിച്ചു പൊങ്ങിയതുകൊണ്ട് ഞാൻ സന്തോഷവതിയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. എൻ്റെ കൂടെ പഠിച്ചതല്ല, എന്നേക്കാൾ സീനിയറാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. എൻ്റെ വീടിനടുത്തുമാണ് അവളുടെ വീട്. പക്ഷേ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ്. അത് ഒരു 6 മാസം മുമ്പായിരുന്നു എൻ്റെ കല്യാണത്തിന്. അങ്ങനെ അവൾ എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. എന്നിട്ട് എന്നോട് ചോദിക്കും, എടി നിൻ്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ടെന്ന്. ഞാനപ്പോൾ ആദ്യം മുതലേ പറയും, പൊന്നുമോളെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് എൻ്റെ ദാമ്പത്യമെന്ന്. അവൾ കിള്ളി ചോദിക്കും. ഞാനെപ്പോൾ ഒഴിഞ്ഞു മാറുമെങ്കിലും കുറച്ച് മറുപടിയൊക്കെ അവൾക്ക് കൊടുക്കും. അവൾ പറഞ്ഞു, എടി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ പരാജയമാണ്. നിൻ്റെ ഭർത്താവിനെ പോലെ ഇരിക്കുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാനും തണ്ടും തടിയും ജിമ്മും ഒക്കെ നോക്കി കല്യാണം കഴിച്ചെങ്കിലും അവിടെയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല മോളെ. എൻ്റെ ജീവിതം ശരിക്കും ഒത്തിരി ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞ് മിക്കവാറും ഞാൻ കഥ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവളൊന്ന് ചിണുങ്ങും. ഞാൻ പറയും, എന്ത് ചെയ്യാനാണ്, ഉള്ളത് കൊണ്ട് ഓണമെന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ പിന്നെ നീ അടുത്ത വീട്ടിലെ ഓണാഘോഷത്തിൽ അങ്ങ് ചേരുക. ഇവിടെ അടുത്ത വീട്ടിലെങ്ങും ആരുമില്ല. എൻ്റെ കൺസെപ്റ്റിൽപ്പെട്ട ഒരാളെന്ന് പറയുമ്പോഴേക്കും നിൻ്റെ ഭർത്താവുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ മാത്രം നീ കൈവെക്കണ്ട.
വേണ്ട, ഇവിടെ വരുന്നത് ആ ഉദ്ദേശമാണെങ്കിൽ മേലിവിടെ വരരുതെന്ന് പറഞ്ഞു. അവളപ്പോൾ കെഞ്ചി, എടി പ്ലീസ് വല്ലപ്പോഴും എനിക്ക് വേണ്ടി ഒരു സഹായം നീ ചെയ്യേ. ഞാൻ നിന്റെ കൂട്ടുകാരിയല്ലേ, എൻ്റെ ജീവിതം പരാജയമായതുകൊണ്ടല്ലേ. ഞാനാണെങ്കിൽ പാവയ്ക്കാനീര് കുടിക്കുന്നു, നീയാണെങ്കിൽ ഇളം കരിക്കിൻ്റെ പായസം കുടിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും എന്നോട് പറയണ്ട, എനിക്കിഷ്ടമല്ല, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കെഞ്ചിയെങ്കിലും ഞാൻ അടുപ്പിച്ചില്ല. അവൾ വീട്ടിൽ വരുന്നത് ഞാൻ വിലക്കി. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി മാഡം. അവൾ എന്നോട് ഒത്തിരി വട്ടം റീക്വസ്റ്റ് ചെയ്താണ്, പക്ഷേ ഞാൻ അനുവദിച്ചില്ല. ഇതൊക്കെ പറഞ്ഞാലും ഇത് കഴിഞ്ഞ്, അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. പുള്ളി കിടപ്പിലുമായി. ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ 3-4 വർഷം എടുക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ പരിചരിച്ചേ പറ്റൂ. മനോഹരമായി പോയിരുന്ന എൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളാണ് ഉണ്ടായത്? ഞാൻ ശരിക്കും ഡിപ്രഷനിലേക്ക് പോയി. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ കളിയാക്കി ചിരിച്ചു. കൊള്ളാമടി, ഞാൻ ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് പുച്ഛമായിരുന്നു. ഇപ്പോൾ നിനക്ക് എന്ത് കിട്ടാനാ? ഒന്നുമില്ല, നീ ഇനി ഒത്തിരി കഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എൻ്റെ ദുഃഖം ഇരട്ടിച്ചു. എന്ത് ചെയ്യാനാണ്, സമ്പത്തൊക്കെ തീർന്നു വരികയാണ്. വീട്ടുകാർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ അമ്മായിമ്മയുണ്ട്, പക്ഷേ അമ്മായിമ്മയ്ക്ക് എന്ത് ചെയ്യാനാണ്? ആ കൂടി ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി, ആ ചേച്ചി വീട്ടുജോലിക്ക് പോകുന്നതാണ്. എൻ്റെ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കോളേജ് ലെക്ചറാണ് ആ സ്ത്രീ. അവർക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. ജസ്റ്റ് പാചകം, പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. നല്ല സാലറി തരും, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, അവിടുത്തെ സാറില്ലേ, അദ്ദേഹം നല്ല സുന്ദരനാണ്. ഒരു റോജ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയിലെ അതിലെ നായകനെ പോലെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് സുന്ദരനാണ്. പിന്നെ അവിടുത്തെ മാഡം, അവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ സൗന്ദര്യമൊന്നുമില്ല. 2 കുട്ടികളുണ്ട്. അവർ വിദേശത്താണ്. ഇവർക്കാണെങ്കിൽ ഭർത്താവിന് ഇത്തിരി സംശയമുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഭർത്താവിനെ ആരാധിക്കുന്നൊരു കൂട്ടത്തിലാണ്. മോളെ, അവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയി കൊഞ്ചുകയോ കുഴയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടുജോലിക്കൊന്നും ചേട്ടൻ വിടാൻ തോന്നുന്നില്ല. എനിക്ക് വരാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്തായാലും നീ പറഞ്ഞു നോക്ക്, ഇല്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചേച്ചി പറഞ്ഞ 2 കാര്യങ്ങൾ എന്നെ ആകർഷിച്ചു. ഒന്ന്, അവിടുത്തെ സാറിനെ പറ്റിയിട്ടുള്ള വർണ്ണന. എന്തോ ഒത്തിരി നാളായിട്ട് എൻ്റെ മനസ്സിൽ ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ എന്തോ ഒരു മഴ പൊഴിയുന്നത് പോലെ. പിന്നെ 2ാമത്തെ കാര്യം സാലറിയാണ്. 25,000 രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും. പിന്നെ അവർ പ്രസാദിച്ചു കഴിഞ്ഞാൽ അതിലും കൂടുതൽ കിട്ടുമെന്ന് ചേച്ചി പറഞ്ഞു. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ക്യാഷ് അത്യാവശ്യമാണ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പുള്ളി പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എവിടുന്ന് പണം വരും? ആരും തരികയില്ല. എന്തായാലും ഞാൻ പോകട്ടെ, കോളേജ് ലെക്ചറാണ് അവർ, അതുകൊണ്ട് നല്ല മാന്യതയുള്ള വീടാണെന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞു. എനിക്കറിയ പോലുമില്ല. അങ്ങനെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഞാനൊരു ദിവസം അവിടെ രാവിലെ ചെന്നു. ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രൗഢിയുണ്ട്, പക്ഷേ വലിയ സൗന്ദര്യമൊന്നുമില്ല. അവരെനിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു. ചേട്ടന് അതാണിഷ്ടം, ഇതാണിഷ്ടം. ചേട്ടൻ പുട്ടും കടലയും കഴിക്കും, പുട്ടും അപ്പവും കഴിക്കും. അപ്പവും ഇടിയപ്പവും വേണമെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കണം. വൈകുന്നേരം ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടന് ഇഷ്ടമുള്ളത് നാളെ എന്താ വേണ്ടതെന്ന് ഞാൻ പറയും. അത് നീ റെഡിയാക്കി വെച്ചിട്ട് വീട്ടിൽ പോകണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കൂടുതലും ഇഡ്ഡലി, ദോശ, അപ്പം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ വെറൈറ്റി കറികൾ പുള്ളിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് ഓരോ ദിവസം മാറി മാറി പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അതൊക്കെ അവരെന്നോട് പറയും. ഒരു ദിവസം ഇല്ലേ, 10 മണിയായപ്പോഴാണ് പുള്ളി ബ്രേക്ക്ഫാസ്റ്റിന് വന്നത്. ഞാൻ എടുത്തു കൊടുത്തു. ആ സമയത്ത് പുള്ളി ഷർട്ടില്ലാതിരിക്കുകയായിരുന്നു. ഷർട്ടില്ലാതെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ഒന്നമ്പരന്നു. പൊന്നിൻ്റെ വർണ്ണം, പിന്നെ കളൽ വിളക്ക് തെളിഞ്ഞതാണോ, കൊന്ന മരമാണോ, കൊന്ന തടിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അടുത്ത് വന്നപ്പോഴേക്കും അപൂർവമായ സുഗന്ധം. ദൈവമേ, എത്ര സൗന്ദര്യമുള്ള ആളാണ് അദ്ദേഹം. വന്ന് കൂടുതൽ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഒരാരാധനയായി. അത്രയ്ക്കടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാലും ഷർട്ടില്ലാതെ വന്നിരുന്നപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ഇംപ്രഷൻ തോന്നിയത്. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചലനം, എവിടെയോ ഒരു പ്രശ്നം എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ ഉറ്റുനോക്കി. പക്ഷേ അവർ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, നീ അടുക്കളയിലേക്ക് പോയിക്കേ എന്ന്. ഞാൻ അടുക്കളയിലേക്ക് പോയി.
ഷർട്ട് ഇടാതെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നതിന് അവർ ഭർത്താവിനെ വഴക്ക് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. എടീ, പ്രായപൂർത്തിയായ ഒരാണ് അങ്ങേര് ഷർട്ട് ഇടാതെ വന്നിരുന്നപ്പോഴേക്കും നീ എന്തിനാണ് വിളമ്പി കൊടുക്കാൻ പോയത്? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ വിളിക്കണം, അല്ലാതെ ആണുങ്ങളുടെ മുന്നേ പോയി നിന്ന് മൂടും മലയോരവും അനക്കി നിൽക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയരുത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ ഒത്തിരി സുന്ദരനാണ് എൻ്റെ ഭർത്താവ്. ഇപ്പം ഇത്തിരി വയ്യാതെ കിടക്കുകയാണ്. അദ്ദേഹം റിക്കവറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ വെല്ലും. പിന്നെ നിങ്ങളുടെ ഭർത്താവിന് കുറച്ച് നല്ല നിറമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു ഇരുനിറമാണ് എന്ന് വെച്ച് സൗന്ദര്യത്തിൽ ഒരു പടി മുന്നിലാണ്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഒന്നും അറിയാത്തവളും ഒന്നും കാണാത്തവളുമല്ല ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. പിന്നെ മാഡം കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. എനിക്കാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സാലറി തരാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇത്തരം ചീള് കേസുകളൊന്നും ഞാൻ എടുക്കാറില്ല എന്ന് പറഞ്ഞു. അത്രയും ധൈര്യം എനിക്കെങ്ങനെ വന്നറിയില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. എന്തായാലും എൻ്റെ വാക്കുകൾ ഫലിച്ചു. കാര്യം ഞാൻ ഇതിലൊന്നും താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണെന്ന് അവർക്ക് തോന്നിക്കാണും. അതുമാത്രമല്ല, ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ആഹാരം കിട്ടില്ലെന്ന് തോന്നിക്കാണും. അതുകൊണ്ട് അടങ്ങി. എന്നാലും ചേട്ടനിരിക്കുന്ന സ്ഥലത്തേക്ക് നീ പോകലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. പുള്ളിയോട് പറയുക, വീട്ടിൽ നടക്കുമ്പോൾ വേറെ പെണ്ണുള്ളതാണ്, അതിനനുസരിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ ചുമ്മാ ഇരുന്ന് പറഞ്ഞാലും എനിക്കാണെങ്കിൽ ഒന്നും തോന്നില്ല. അങ്ങനൊരു മനസ്സ് എനിക്കില്ല. ഞാൻ തറവാട്ടി പിറന്നവളാണ്. എന്നെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അല്ലാതെ വഴിതെറ്റിപ്പോകുന്ന ഒരാളല്ല ഞാൻ. മാഡം തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തൊക്കെ പറയാമോ അതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അവരെ ഒന്നടക്കിയത്. പിറ്റേ ദിവസം അവർ ഇത്തിരി നേരത്തെ പോയി. സാറാണെങ്കിൽ 9:30 ആയപ്പോഴാണ് ഉണർന്നു വന്നത്. പോകുന്നതിന് മുമ്പ് മാഡം എന്നോട് പറഞ്ഞു, ഇന്ന് നീ അപ്പവും മുട്ടക്കറിയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? വരുമ്പോൾ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കണം. പിന്നെ ഷർട്ട് ഇടാതെ വന്നിരുന്നാൽ നീ പറയണം, സാർ ഷർട്ട് ഇടണമെന്ന്. നീ അങ്ങനെ ചെയ്യില്ല ചോദിച്ചു. തീർച്ചയായും മാഡം, പക്ഷേ സാർ ഒരിക്കലും ഇനി അത് ആവർത്തിക്കില്ലെന്ന് തോന്നുന്നു. മാഡം നല്ല വാണിംഗ് കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞു. അതവർക്ക് നന്നേ ബോധിച്ചു. അവർ പോവുകയും ചെയ്തു. എന്തായാലും സാറിന് അപ്പവും മുട്ടക്കറിയും ഞാൻ വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ സാറിനോട് ചോദിച്ചു, നീ ഒരു മിടുക്കിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ? അല്ല, എൻ്റെ ഭാര്യ അങ്ങനെ ആരുടെ മുന്നിലും ഒന്ന് അടങ്ങുന്നവളല്ല. കാര്യം ഇവിടെ വന്ന പല പെണ്ണുങ്ങളെയും ഓടിച്ചു വിട്ടു, അവരെന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. നീ പക്ഷേ അവളുടെ വാക്സാമർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ഹസ്ബൻഡും നല്ല സുന്ദരനായിരുന്നു. ഇപ്പോഴും സൗന്ദര്യത്തിന് കുറവില്ല, പക്ഷേ ഇത്തിരി വയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സാറിനേക്കാൾ സുന്ദരനാണെന്നൊക്കെ ഞാൻ വെറുതെ വെച്ച് കാച്ചിയതാണ്. സാറാണ് യഥാർത്ഥ സുന്ദരൻ. അപ്പോൾ പുള്ളിക്ക് ഒരു വല്ലാത്ത ജാള്യം പോലെ. എന്നാലും ആസ്വദിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡിനേക്കാൾ ഞാൻ എത്ര സുന്ദരനാണെന്നും. വീണട വിഷ്ണുലോകം. ഞാനാണെങ്കിൽ എന്ത് ചെയ്തു? ഞാനാണെങ്കിൽ ചാളക്കറയിൽ പുളി എടുത്തിട്ടതുപോലെ പുള്ളിയോട് പറഞ്ഞു, സാറിൻ്റെ ഭർത്താവിനേക്കാൾ 100 മടങ്ങ് സുന്ദരനാണെന്ന്. പുള്ളി എന്നെ അത്ഭുതത്തോടുകൂടി നോക്കി. നീ ഉള്ളതാണോ പറഞ്ഞത്, അതോ കളിയാക്കുകയാണെന്ന്? അല്ല സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാടനെ പോലെയുണ്ട്. എന്നെ ഇവിടെ പറഞ്ഞു വിട്ട ചേച്ചി പറഞ്ഞത് റോജ് സിനിമയിലെ നായകനാണെന്ന്. ആണോ എന്ന് ചോദിച്ചു. അതെ, ചുമ്മാതല്ല, സ്ത്രീകൾക്കൊക്കെ എന്നോട് ഒത്തിരി അടുപ്പമാണ്. പക്ഷേ എൻ്റെ ഭാര്യയുടെ കൺവെട്ടിച്ച് അത് നടക്കില്ല മോളെ എന്ന് പറഞ്ഞു. സാറിനെന്താ ഇത്രയും സൗന്ദര്യം വെച്ചിട്ടും എന്തിനാണ് അവരെ കല്യാണം കഴിച്ചത്? അതൊക്കെ പറ്റിപ്പോയതാണ്. എന്തായാലും അവളെ പേടിച്ചാണ് എൻ്റെ ജീവിതം. സാറ് അതൊന്നും കൺസിഡർ ചെയ്യരുത്. ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഒരു രീതിയിൽ അങ്ങും ഇങ്ങും തൊടാതെ സാറിൻ്റെ കാര്യങ്ങളൊക്കെ സാറ് സാധിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. എന്നാലുമില്ലേ, എൻ്റെ മോഹങ്ങൾ പൂവണിയുന്നില്ല. എനിക്ക് ശരിക്കും നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ് എപ്പോഴും മനസ്സിൽ. എന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? നിനക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ ഈ മുട്ടക്കറി അപ്പം കൂട്ടി ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം കൂട്ടി മുട്ടക്കറി കഴിച്ചോട്ടെ എന്നല്ലേ എന്ന്. രണ്ടാണെങ്കിലും ഒന്നല്ലേ മോളെ? അപ്പവും മുട്ടയും ഒന്ന് ചേർന്നാൽ എന്ത് രുചിയാണ് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, സാർ, കുറച്ച് നാളായി ഞാൻ വെറുതെ മോഹിക്കുകയാണ്. വരും ആരെങ്കിലും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആരും വന്നില്ല. അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥയിലാണ്. അന്ന് സാറ് ഷർട്ടിടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കുണ്ടായ തരളിതമായ അനുഭവങ്ങൾ ഞാനൊന്ന് വിവരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിവരിച്ചു. സാറ് പെട്ടെന്ന് അപ്പവും മുട്ടക്കറിയും കഴിച്ചു. മോളെ, നമുക്ക് 2 മണിക്കൂറുണ്ട്, നീ ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് ഫ്രഷ് ആകട്ടെ എന്നും. പെട്ടെന്നാകട്ടെ, എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, നമുക്കിന്ന് തുടങ്ങി വയ്ക്കാം. പിന്നെ എല്ലാം
നല്ല രീതിയിൽ അവൾ അറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കേ എന്ന്. അങ്ങനെ എന്തായാലും എൻ്റെ മാഡം, കുറേ നാളായിട്ട് മഴ പെയ്യാത്ത വൃഷ്ടി പ്രദേശത്ത് അന്ന് കൊടും മഴ പെയ്തു. പക്ഷേ സൗന്ദര്യവും മറ്റു കഴിവുകളും എല്ലാം ഒത്തുചേർന്ന ഒരവസരം എനിക്ക് ദൈവം കൊണ്ടുതരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതെന്തിനോട് ഞാൻ ഉപമിക്കണം എനിക്കറിയില്ല. ഫുൾ ഞാൻ ഓക്കെയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ 100% എന്താ പറയുക, സ്വർഗീയത്തിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും എനിക്ക് സാറ് ഒത്തിരി പ്രിയപ്പെട്ടവനായി. ഞങ്ങളുടെ കാഹളം പിന്നെയും മുഴങ്ങി. അവിടെ ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നത് ഈശ്വരനോടാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് നില കുറച്ചൊക്കെ മെച്ചപ്പെട്ടു. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ ഒരു കൈ സഹായം നൽകി എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. പഴയ രീതിയിൽ അദ്ദേഹം തിരിച്ചു വരണം. കാര്യം എന്നും എനിക്ക് സാർ കൂട്ട് കാണുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പുറത്തറിയാമെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ എൻ്റെ സാമ്പത്തിക നില ഒത്തിരി നല്ലതാണ്. സാറ് എനിക്ക് നല്ലൊരു സേവിങ്സ് തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് അറിയാതെ ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും എനിക്കൊരു പിൻബലമാണ്. അമ്മായിയമ്മ എനിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. അവർ ഒരു കാര്യത്തിലും ഇടപെടാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം. ഭർത്താവിനെ അവർ ശുശ്രൂഷിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് അത്യാവശ്യം പണം കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തും. ഞങ്ങളുടെ ജീവിതം ബാലൻസായി പോവുകയായിരുന്നു. പിന്നീട് കുറച്ച് മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ട്രൈ നിങ്ങൾക്കാവുന്ന പോലെ ട്രൈ ചെയ്യണം. ഒരിക്കലും ഒന്നിൽ നിങ്ങൾ വെറുതെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഞാൻ പലപ്പോഴും എന്നെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തിരി വയ്യെങ്കിലും ഒന്നും മാറ്റിവെച്ചില്ല. അങ്ങനെ പതുക്കെ കുറച്ച് പുരോഗതിയിലേക്ക് വന്നു മാഡം. ഇതിനിടയ്ക്ക് ഞാനും പല കാര്യങ്ങളും മറന്നുപോയി. ഹസ്ബൻഡ് പുരോഗതിയിലേക്ക് വന്നല്ലോ, അപ്പം പിന്നെ അപ്പുറത്ത് ഞാനൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ എന്ന് വെച്ച് രണ്ടു വഴിക്കും ഞാനൊന്ന് ആടിപ്പാടി. അപ്പോഴാണ് എനിക്ക് വിശേഷമുണ്ടായത്. എനിക്ക് നന്നായിട്ടറിയാം ഹസ്ബൻഡിന് അതിലൊരു പങ്കുമില്ലെന്ന്. പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒത്തിരി സന്തോഷിച്ചു. വീട്ടുകാരും എല്ലാവരും സന്തോഷിച്ചു. കാര്യം അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ശരിയായതിൻ്റെ ലക്ഷണമാണല്ലോ എന്നോർത്ത് ഹസ്ബൻഡിനും സന്തോഷമായി. എന്തോ എവിടെയോ എങ്ങനെയോ ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളതല്ലാതെ അതൊന്നും എൻ്റെ ഹസ്ബൻഡ് പങ്കാളില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാറാണ് എൻ്റെ മനസ്സിനുള്ളിൽ, അല്ലെങ്കിൽ സാറാണ് എൻ്റെ കാരണഭൂതൻ എന്നെനിക്കറിയാം. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ മനസ്സിൽ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല, റെസ്റ്റാണ്. സാർ എന്നോട് പറഞ്ഞു എല്ലാം ഒന്ന് റെഡി ആയി കഴിയുമ്പോഴേക്കും വരണമെന്ന്. ഇപ്പോൾ പിന്നെ എന്നെ ആദ്യം പറഞ്ഞു വിട്ട ചേച്ചിയാണ് അവിടെ പോകുന്നത്. അവർ വലിയ പ്രശ്നമൊന്നുമില്ല, പ്രായമായ സ്ത്രീയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭർത്താവിനെ വഞ്ചിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ ഒരു പ്രകൃതിയുടെ വികൃതിയായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്നാണ് എനിക്ക് പറയാൻ പലപ്പോഴും തോന്നുന്നത്. എന്നാൽ കുറ്റബോധമുണ്ട്. രണ്ട് വശത്തുനിന്നും എൻ്റെ മനസ്സ് ചരട് വലിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തെറ്റാണോ മാഡം? നമുക്ക് വരുന്ന സിറ്റുവേഷനെ നമ്മൾ വരുന്നത് പോലെ മാനേജ് ചെയ്യണ്ടേ? അതിലൊക്കെ എപ്പോഴും കുറ്റബോധം കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം അല്ലേ എന്നാണ് ചോദ്യം. കുറ്റബോധം എന്ന് പറയുന്നത് നന്മയുള്ള മനസ്സിൻ്റെ ലക്ഷണമാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പിന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുറ്റബോധം എങ്ങനെ മാനേജ് ചെയ്യണം തീരുമാനിക്കേണ്ടത്. നിങ്ങൾ മാറണോ, തുടരണോ, നല്ലവളായിരിക്കണോ, അല്ലെങ്കിൽ മറയ്ക്കുമ്പോൾ വിദഗ്ധമായി മറയ്ക്കുകയും കുറ്റബോധത്തെ തനിയെ മാറ്റുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലെ പ്രോസസ്സാണ്. മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നന്നാവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാനോ പറ്റില്ല. നിങ്ങളുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ മാനേജ് ചെയ്യുക. കാര്യം ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ വേറൊരാളുടെ അഭിപ്രായം കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു രീതിയിൽ മാനേജ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ബുദ്ധിയിൽ പോകുന്നതാണ് നല്ലത്. കാര്യം ഇപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ ശേഷം കുറ്റബോധത്തിന് വലിയ കാര്യമില്ല. വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി പോകാതിരിക്കുന്നതാണ് നല്ലത്. സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്.